എന്താ പരിപാടി? നിങ്ങളൊക്കെ രാവിലെ എന്നെ വിളിച്ചോണ്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു രാവിലെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയത്. വല്ലതും അറിയാതെ രാവിലെ ഭയങ്കര തരാനെ വലിച്ച് കടലിലേക്ക് കൊണ്ടുപോകും. നടക്കൂല നമ്മുടെ കുറച്ച് ടീം സെറ്റാണ്. നമ്മ വിളിച്ചിട്ട് ബാക്കിയുള്ള പിടിക്കും. നമ്മതിനെ പിടിച്ച് കറി വെക്കുന്ന ആൾ ഉച്ചക്ക് വരട്ടിയാലും കറി വെക്കും. മഴ പെയ്തിട്ട് ചെയ്യട്ടാണ്. കിട്ടോ ഇല്ലയോന്ന് അറിയില്ല. കിട്ടിയാ കാണാം, ഇല്ലേ കാണും. കിട്ടി പോയാ പോയി. ചങ്ങി മഴ വന്നല്ല. മഴ പ്രശ്നമല്ല പോലും. ആ വീട്ടിലേക്ക് പോയാലോ? ഞാൻ നേരെ പറഞ്ഞു മഴയാന്ന് ഓടണം. ഈ സൈജ് വാട്ടണ പെല്ലിന് കാരണം കൊടയെടുക്കണ്ടേ? ആ കടപ്പുറത്ത് കൊടയും പിടിച്ചിരിക്കാൻ പറ്റിയത് കണ്ടിട്ടാണല്ലോ. രണ്ട് പിടിക്കാൻ വന്നിപ്പോ മൂലക്കാരാവില്ലേ? മഴ പോയി പിള്ളേർ കടലിക്ക് രാവിലെ അവർക്ക് മഴ ഇതൊന്നും പ്രശ്നമല്ല. ഏതൊക്കെ മഴ പ്രശ്നമല്ലോ. ആ സംഭവം നമ്മളിത് രാവിലെ ഇത് നമുക്ക് ചെയ്യാൻ തോന്നില്ല കേട്ടാ. കാരണം നല്ല തരിയുണ്ട്. നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം നമുക്ക് കടലായിട്ട് അങ്ങനെ വലിയ ടച്ച് ഒന്നും ഇല്ല. നമുക്ക് തോന്നി വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് അങ്ങനെ കാണുമെന്ന് ഞാൻ കിട്ടുന്നതിനെ കാണുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും പറഞ്ഞത് കിട്ടുന്ന വീഡിയോ എടുക്കാനാവില്ല. ഞാൻ പറയുന്നത് ഞാൻ കീവൂല. നമ്മൾ ആലപ്പുഴയിൽ തീർത്ത് രണ്ട് പിടിക്കാൻ കൗശലം വാങ്ങിട്ട് വന്നിന്. എന്തുണ്ടാക്കാൻ ഇപ്പൊ ചെയ്യാ കടലിക്ക് ചില വീഡിയോ കിട്ടുമല്ലോ. കടലിക്ക് അങ്ങനെയില്ല. ഇതുകൊണ്ട് ചെയ്യേണ്ട ഐഫോൺ അങ്ങനെ വലിച്ചു പോകും അറബിക്കടലിൽ. നിങ്ങനെ നോക്കിയിരുന്നായിരുന്നോ? എക്സ്പീരിയൻസ് ഉണ്ട്. കടലെത്തും രാവിലെ നമുക്ക് രണ്ട് കറി വെക്കാൻ വാങ്ങിട്ട് കാണിച്ച് ഞാനറിയില്ല. ഗ്ലൗസ് എടുക്കാൻ ഞണ്ടെ പിടിക്കുന്നത് ഇങ്ങനെയാണ് ഞാനറിയാം. ഞാൻ ആദ്യമേ ചോദിച്ചു മറ്റേ കണ്ണൂരിന്റെ കടലല്ല, ഇവിടുത്തെ കടൽ സീനാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തേക്കാ ഗ്ലൗസ് ഒക്കെ വെച്ച് സെറ്റായിട്ട് ഞാൻ കടലിൽ കടലല്ല ഇത്. ഇങ്ങനല്ല, കടലല്ല. ഒന്നര തരികയെന്നപ്പോ ഭയങ്കര വേറെ സംഭവം ഇവര് മഴയുടെ സംഭവം വന്നല്ല. അധിക നടക്കൂല. പിടിക്കട്ടെ, ഏതായാലും പിടിക്കണം. നമ്മുടെ പിള്ളേര് പിടിക്കണമല്ലോ. ആ പിടിക്കണം. ടീം ഉണ്ടാ കിട്ടി പോനെ. ഞാൻ പിടിച്ചത് പിടി, അങ്ങനെങ്കിലും പിടി, അങ്ങനെങ്കിലും പിടി. കാട്ടിയ വലിയ ഒന്നൊന്നര സാധനം കൈ ഇവൻ പിടിച്ചു. പിന്നെ നമ്മള് കരയുന്ന പോലെ ഞണ്ട് കരയെ കയറി വരും. ഇങ്ങനെ കറക്കിന് പിടിക്കില്ല നമ്മള്. നമുക്ക് വെള്ളത്തിൽ കീഴണ്ട നമുക്ക് അരപ്പെടുത്തോ സാധനം കണ്ട മറ്റേ ഫ്ലവർ ക്രാബ്സ്. കേൻകനെ കടിച്ച ഞണ്ടിനെ കേൻക തിരിച്ചു കടിച്ച്. നിങ്ങൾ തിരിച്ചു കടിച്ചാ? ഞാനെന്നെ കടിച്ചില്ല, ഞാനൊക്കെ കടി കൊടുത്തല്ലേ. രാവിലെ കടലിലേക്ക് ഇങ്ങനെ പിടിക്കാം. കടൽ കരയിലിരുന്ന് കണ്ടുപിടിക്കുന്ന സംഭവം അല്ലേ? സേഫ്റ്റിയും പോയിട്ട് മുങ്ങണ്ടേ രാവിലെ? നമ്മ മുങ്ങിയപ്പോ ഒന്നര വേറെ കടൽ അറബിക്കടലിലേക്ക് അവരെ ചാക്ക് നിറച്ചിട്ട് അവന്റെ കൈക്ക് കടിച്ചത്. എന്റെ മോനെ എന്താ ചെയ്യണ്ട്?
സൈജാട്ടം കൂടി ഉണ്ടെങ്കിൽ ഞാൻ കേട്ടേ. ഓരോ കാലിന് സുഖമില്ലപ്പാ. കാലിൽ സുഖമില്ലാത്തോണ്ടല്ലേ ഞാൻ കേട്ടേ. നോക്കറ ഈ വള്ളത്തിൽ നിൽക്കാമെങ്കിൽ നമുക്ക് അവരുടെ നിൽക്കുക കഴിയുന്നില്ല അവർക്ക്. അവരുടെ ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ നമ്മ എന്ത് കളിക്കും നോക്ക. സീനില്ല ഇനി അങ്ങോട്ട് ഞാൻ പൊട്ടും സീനില്ല. അവിടെ കരയാണ് മനസ്സിലായ. ഇവിടെ ഇച്ചിരി ആഴമുള്ള സ്ഥലം. തൊട്ടപ്പോ തൊട്ടും ആഴില്ല. നമുക്ക് കൈപ്പാണ്ട് കണ്ടു പിടിച്ചാൽ രാവിലെ നല്ലത്. കടൽ നമ്മൾ ഇവര് പിടിച്ചെടുക്കുന്ന കൈമൂന്ന് മേടിക്കാം. കടലിന് എന്തൊരു രസമില്ലെന്ന്. ഇത് വേണ്ട നമുക്ക് കൈപ്പാണ്ട രണ്ട് നമുക്ക് രസൂലുണ്ട്. ഇത് സൈജാണ്ടൊപ്പം ഒരു കടലിന് എന്തൊരു രസമില്ല. ടേസ്റ്റ് കുറവാണ്. നമുക്ക് മൺക്രാബിനെ പിടിക്കാം. അതാ നല്ലത്. നമുക്കെന്നാലേ നമ്മളവിടെ കുറച്ച് രണ്ട് മകന് പോയാലോ. രണ്ട് മേടിക്കാം. നിങ്ങൾ അറിയപ്പാ നിങ്ങളൊരു റോസ്റ്റാക്കി തരുന്ന നല്ല പൊറോട്ടയും കൂട്ടി അടിക്കാം. എന്നാ അമ്മയോട് രാവിലെ ഞണ്ട് വാങ്ങിയിട്ട് പൊറോട്ടയും രണ്ട് റോസ്റ്റ് അല്ലേ. പൊറോട്ട അമിക്കിയത് നല്ല ടേസ്റ്റ് ആയിരിക്കും നേരം. ആ പൊറോട്ടയും ഞണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അല്ല എന്തായാലും നമ്മൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറയില്ലേ അല്ലേ. ആ സൈജാട്ടൻ പിന്നെ അങ്ങനെ സൈജാട്ടൻ കുക്ക് ചെയ്യും. ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. പഠിക്കട്ടെ ഞണ്ട് പിടിച്ച അവര് പോയി. അവര് പോയി. അതിന് നമ്മയും പോണ്ടേ. അത് നമ്മയുണ്ടല്ല അവിടുത്തെ കുറച്ച് ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇതിനെ കൊണ്ടുപോയിട്ട് രാവിലെ റോസ്റ്റ് പൊറോട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. അല്ല പിന്നെ നല്ല ടേസ്റ്റ് കൈ കടിച്ചൊക്കെ എല്ലാം പൊറക്കിയിട്ടിട്ട് നോക്കണേ. അങ്ങനെ ഓടി നീ അവിടെ പോകുന്ന അടുക്ക് കണ്ണൂരത്ത് എരിക്കുന്നാണ്ട് വരെ പോയിട്ട് രാവിലെ ഏകദേശം 1.5 കിലോ ഉണ്ട്. ഒരു 1.5 കിലോ ഉണ്ട് അല്ലേ. നല്ല ഫ്രൈ ആക്കുന്നു. വരട്ടുന്ന് പൊറോട്ട മുക്കി തോന്നുന്നു. ഓക്കെ 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 ടീക്കേ വാ. സഹായിക്കുന്നില്ലേ? ഇല്ല ഇന്ന് സഹായിച്ചിടാന്ന് പറഞ്ഞു. ആര് സഹായിച്ചോട്ടാ? ഞാനൊന്നും പറഞ്ഞു. അല്ല അല്ല അങ്ങനെ അടക്കം വെറുതെ ഇരിക്കാനാണ്. അതുകൊണ്ടാണ് സഹായിച്ചേട്ടന്റെ 7 പുണ്ണ കുക്കിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത്. 7 പുണ്ണ ഞണ്ട് റോസ്റ്റ്. 7 പുണ്ണ ഞണ്ട് റോസ്റ്റ് അങ്ങനെ തന്നെ അങ്ങനെയാണ്. ഈ ഒരു വീഡിയോട് കൂടി നമ്മളെടുത്ത് ഇത് നമ്മളെ അതല്ല ഈ ഒരു വീഡിയോയുടെ മിക്കവാറും ഞാൻ കുക്കിംഗ് അവസാനിപ്പിക്കേണ്ടി അല്ല നമ്മ പോയെന്നല്ലേ വിട്ട് ലാസ്റ്റ് വീഡിയോ നമ്മളെ അതന്നെ നല്ലോണം ക്ലീൻ ആക്കണല്ലേ. മുട്ടയാണ് കളി എന്ന് പറയുന്നത്. ഇത് കളിയല്ല, ഇത് ഏകദേശം പൊന്നെന്ന് പിന്നെ അതന്നല്ലേ മുട്ട. ആയി പൊളിച്ചില്ല, അടച്ച് അതന്നിട്ട് അങ്ങനെ പൊത്തണല്ലേ സെറ്റ്. ആ ഇതിന്റെ ഉള്ളിത്തെ ഇതാണ് കയറണേ. ഇല്ല അങ്ങനത്തെ മുട്ടിയില് തനക്ക്. ആ പോയിട്ട് പണി നോക്ക്. ഇതെന്റെ അങ്ങനെ നമ്മൾ കറിയിലേക്ക് ഫ്രൈയിലേക്ക് താത്ത് വെച്ചിട്ട് അത് ഒന്നൊന്നര ടേസ്റ്റ് ഇങ്ങനെ വേകുമ്പോ ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഇങ്ങനെ കൈ വെള്ളം കൊണ്ട് ഇങ്ങനെ ഇട്ട് തോണ്ടിട്ട് അങ്ങനെ അങ്ങനെ ആക്കണം. എന്നാ കിട്ടില്ല പൊളിച്ച് മേടുന്ന് പോയി എന്ന് പറഞ്ഞാൽ മീനിലിപ്പോ തിരിച്ചു വരും. നമ്മൾ പേടിച്ചിട്ടാടാ. കണ്ണൂരിൽ നിന്ന് 2 പിള്ളേർ വരുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ സംഭവം നിങ്ങളോട് മാത്രമേ ഞാൻ പറഞ്ഞു. നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ലീക്കാക്കി മീനുകൾ ഇത് നടന്ന് ഇങ്ങനെ ഒരു മീൻ കാണാനില്ല ഇടാ നാട്ടില്. 7 മണി പോയിട്ട് ഇടാ കുട്ടനാട് പോയി മീനുണ്ടാൻ സാധ്യതയില്ല. അല്ല ഇങ്ങോട്ട് വന്നെയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു മീനും ഇല്ല, ഒരു തേങ്ങയില്ല. മീൻ നന്ന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയുണ്ട്. കാലിച്ച് പൊളിക്കുന്നു. ഞണ്ട് ഇടിച്ചതാക്കാൻ വേണ്ടിട്ടാണ് ഞണ്ട് ഇടിച്ചത്. സ്റ്റഫ് അല്ലേ മുറി കണ്ടല്ലേ. ഇപ്പൊ പറഞ്ഞു കൊടുക്ക കൈമുറി ആക്കിണ്ടാവില്ലേ. 2 മുറി ആളുമാണ്. നല്ല മുറി കേട്ടാ. കൊള്ളാം. നല്ല കിട്ടില്ല പച്ചവളി രാവിലെ കേട്ടെ. അതിന്റെ ഇറങ്ങി നോക്കിയാട്ടെ. എന്താ പേശമുറി എന്നിട്ട് ശൈജോട്ട പേശമുറി ഒന്നുമല്ല കൈമുറി കണ്ടിരിക്കാൻ ഇങ്ങനെ ദോശത്തള്ളണ ഞാൻ പൂക്കെട്ട് ഫ്ലവർ കണക്ക് വിരിഞ്ഞില്ലേ. എന്താണ് വെളുത്തുള്ളിലൊക്കെ ഇടില്ല പോലത്തെ കട്ടം. വെളുത്തുള്ളിയൊക്കെ ബിരിയാണി കേട്ടാ. ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ. ഇതൊന്നും സംഭവം എല്ലാം റോസിന്റെ ഒക്കെ മായകൾ. മായാജാല അട്ടിക്കും വരും കാനകാട്ടം. സാധനമുള്ളിൽ വെച്ച സാധനം എന്റെ അമ്മ ഇത്ര വലിയ അടുപ്പ് ഇത് താങ്ങുമല്ലേ.
അല്ല പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കൊരു കല്യാണ പരിപാടി ചെമ്പൊക്കെ വെക്കാം. ഈ പെർഫ്യൂമിന് ഒരു 5 ബോട്ടിൽ വേണമെന്നുള്ളൂ. ചോറ് വെച്ചില്ല, നീ എന്തിനാ തള്ളിക്കൊണ്ടിരിക്കുന്നത്? മുഴുവൻ വെച്ചു. ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എടുക്കുവിനി കയ്യിൽ പോയി കയ്യിലെടുത്തിട്ട് സാറിന് കയ്യിലൊന്നും പാടില്ല. നമ്മളെ കയ്യിൽ തന്നെ തന്നെ ഇഞ്ചിപ്പൂണ്ട് ഇട്, ഇഞ്ചിപ്പൂണ്ട് തുള്ളി. മുറുക്കിയ വെങ്കായം. അങ്ങനെ അങ്ങനെ ഇവരറിയാട്ടാ. ആദ്യം മഞ്ഞപ്പൊടി, മഞ്ഞൾ ചാന്ത്, ആ, മല്ലിച്ചാന്ത്, മല്ലിപ്പൊടി. മല്ലിച്ചാന്ത. നമ്മൾ ഇത് മാത്രം ഇട്ടിട്ടുണ്ടല്ലോ, ഒന്ന് മൂപ്പിച്ചെടുക്കണം അല്ലേ? ഉപയോഗിച്ചെടുക്കണം. ഇത് കേന്ദ്ര സ്റ്റൈലാണ്. മുളക് പൊടി അപ്പൊ കുരുമുളകിലെ കളി. കുരുമുളകാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ കുരുമുളക് കേട്ടോ. കരി മസാലയാണ് പ്രത്യേകതര കൂട്ടാണ്. പ്രത്യേക കൂട്ട്. മസാല. ഗരം മസാല ഇവിടെ. അങ്ങനെ ഗരം മസാല നമ്മൾ എടുത്തിട്ട് തട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. തക്കാളി കേട്ടോ. മുറുക്കിയ തക്കാളി. ഉപ്പ്. നല്ല രസമുണ്ട് കളർ. നല്ല രസമില്ലേ? അതിനകത്ത് ആ ഞണ്ടിന്റെ ഇതെല്ലാം കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. നൈസാണ്. നൈസ് അടവ്. രാവിലെ ആ സാധനങ്ങൾക്ക് തിളച്ച് ബന്ധ് എന്ത് കുറുകി. കുറുകി. അപ്പൊ നമ്മൾ ഞണ്ടിടാൻ വേണ്ടി പോയത് ഞാനല്ല നല്ല മണം വേണ്ടത്. നല്ലവണ്ണം വേണ്ട. റോഷം വേണം. ഇത് ഇങ്ങനെ വരാൻ വഴിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ വെച്ചിട്ട് ഞണ്ടിന് മണം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തുറന്നു നോക്കുന്ന വസ്തു നോക്കാം നമുക്ക്. ഓ മോനായി കളർ മാറി. കളർ മാറി. ഓ അച്ഛ പറഞ്ഞിട്ട് അച്ഛ നല്ല തെറ്റാവില്ല. കുരുമുളക് ഇടാൻ പോലും നമ്മൾ അവസാനിപ്പിക്കാൻ പോണേ. അവസാനം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരല്പം കുരുമുളക് കൂടി ഇടും. ഇതാണ് എൻ്റെ ഒരു രീതി. അതിനൊപ്പം ഒരല്പം ഗരം മസാല കൂടി ഇടും. ഇത് ലാസ്റ്റ് കൊടുക്കേണ്ടത്. ഇത് രണ്ടും ഇട്ട് നമ്മൾ പരിപാടി അവസാനിപ്പിക്കും. നല്ല കരി ഉണ്ടാക്കി മാറ്റും. കരിഞ്ഞണ്ട്. ഇത് കരിഞ്ഞണ്ട്. പരിപാടി. പറഞ്ഞു തീർത്തൂടാൻ പറ്റി അല്ലേ? പൊള്ളിച്ചിട്ട് ചൂടുവെള്ളം കഴിച്ചിട്ട് എന്തിനാണിത്? ആയാ രാവിലെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ആ രണ്ട് കറിയും പൊറോട്ടയും. 2 കറി പൊറോട്ടയും. എന്നാ പിടിക്ക്. പൊറോട്ട രസമായിട്ടല്ല. രാവിലെ നല്ല പൂ പോലത്തെ പൊറോട്ട. പൂ പോലത്തെ പൊറോട്ട. നല്ല ബെൽറ്റ് തന്നെ കോരി കഴിച്ചിട്ടാ. വലിയവനോട് പറഞ്ഞ നമ്മള് ആ ബെൽറ്റ് തന്നെ കോരി എടുത്തത്. ആദ്യം കൂടി കൊടുക്കണം. ഇത് ടെസ്റ്റ് ചെയ്യണവർക്കാണ്. അതെ. അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ നമ്മള് സംഭവം ഇങ്ങനെ കറുത്ത ഗ്രേവി ഇല്ലേ, കരിഞ്ഞണ്ട് കറി. അതെ. ക്യാമറ പിടിക്കുന്ന ഇല്ല, നീ തന്നെ ക്യാമറ പിടിക്കണം. ഇനി നമ്മള് പ്രധാനപ്പെട്ട ഒരു സംഭവം ചെയ്തില്ല. നമ്മള് ഓടെ എടുത്തു. ഇതെടുത്തിട്ട് ഗുഡ് ഇങ്ങനെ വെക്കണം. സെറ്റ് സെറ്റ്. എന്നാ നമ്മ പിന്നെ പറയണ്ട്. പതിയെ തിന്നാട്ടോ. രാവിലെ ടൈം ഉണ്ട്. ഓ മൈ ഗോഡ്, നല്ല അടിപൊളി സാധനം കേട്ടാ. ശരിക്കും പെരി വരുന്നുണ്ട്, സത്യം പറയാല്ല. ആയില്ലേ? ഇതൊക്കെ പൊത്തി വെച്ചിട്ട് ഇത് ടേസ്റ്റ് നോക്കാൻ അടച്ചു വെച്ചേക്കണേ, തുറന്നു നോക്കാൻ പാടില്ല. അതെന്നാ പറയുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കിട്ട് ബാക്കി എടുക്കാൻ. ചാറ് കൂട്ടാ രാവിലെ. ചാറ് കൂട്ട്. ഉണ്ട്. ഞാനിത് തുറന്നൂടെ? തുറന്നു രണ്ടാമത് തുറക്കാനാണ് നമ്മളൊരു സ്റ്റൈലിന് വെച്ചാലേ നമ്മള് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഉള്ളൊരു. നോക്കി രാവിലെ ഇതാണ് അതിന്റെ ഇത്. വെച്ചു കൊടുക്കല്ലേ? ഇല്ല, കുറച്ചൊരു കഷ്ണം തരും. ആ ഞണ്ടേ, ഈ ഞണ്ടിനെ കുറിച്ച് പൊന്നുണ്ടായിരുന്നു. അത് ഇച്ചിരി പൊന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. രാഹുൽ അടി ചോദിക്കണം ഇച്ചിരി പൊന്നെടുത്തോ. ഞാനേ ഈ നമ്മുടെ കടൽ ഞണ്ടിന് പൊന്ന് കണ്ടേക്കണത് ആദ്യമായിട്ടാണ്. നമ്മുടെ മഡ് ക്രാബ്സിനൊക്കെ എപ്പോഴും ഉണ്ടാവും, പക്ഷെ കടൽ ഞാൻ നമ്മുടെ കിട്ടാത്തോണ്ടായിരിക്കും. ഉണ്ട് സാധനം എന്തായാലും ഉണ്ടെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അമ്പാനെ അല്ല ഇതിനകത്തേക്ക് ശ്രദ്ധ ശ്രദ്ധിക്കുള്ളൂ. ഒരു കല്ലും കൂട്ടി പിടിച്ചിട്ടുണ്ട്. കാണിച്ചേ അതന്നെ, അത് തിന്നു. എല്ലാം കിട്ടിയില്ല, കായണ്ടെന്നാ അതുണ്ട്. എന്താണിത്? നല്ല ചൂടിട്ടായിരുന്നു. ചൂടായി കുത്താൻ
പൊളിയാണ് സാധനം പൊളിയാണ്. പിന്നെ ഞണ്ട് എങ്ങനെ ഇട്ടാലും ടേസ്റ്റ് ഉള്ള സാധനമാണ് ഞണ്ട്. നമ്മൾ നശിപ്പിക്കാണ്ടിരുന്നാൽ മതി അല്ലേ റോഷ? വളരെ എന്തെങ്കിലും ഒരു തിളപ്പിച്ച് ഞാൻ എന്താന്ന് പറയണ്ട. ഞാൻ പോയി, നമുക്കൊന്നും പറയില്ല. അങ്ങനെ ഈ ക്യാമറ പിടിക്കുവാ ഇല്ല, അന്ന് പിടിക്കട പ്ലീസറാ. ഇങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് വെക്കും. ഇങ്ങനെയൊക്കെ ഇങ്ങനെ വച്ചെടുത്ത് കണ്ടാ. ഇതെന്നാ സാധനം അറിയാ? ഇത് നോക്കി, ഇതെന്നാ സാധനം അറിയാ? ഇതാ ചാകുന്നല്ലേ? ഇത് അരളിപ്പൂവാണ്. പോയി അങ്ങോട്ട് മാറിന്നു. എടാ രാവിലെ ക്യാമറ എടുക്കണ പ്ലീസറാ. ആർക്കൊരു മിനിറ്റ് എന്നാടാ ഓട് ഓർക്കട്ടെ. എടാ റോഷറിൽ ഇത് അമ്പൂല അടി അടിക്കുന്നത്. ഇവിടെ പകുതി റോഷൻ എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന്. റോഷ എന്താ പറയാനണ്ടാ? ബിസിയാണ്. ബിസിയാണോ? എടാ ഇപ്പൊ റോഷറിലെ തീർക്കൂടെ വാടാ. അപ്പൊ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാന്ന്. ഈ വീഡിയോ ഇവിടെ നമ്മളിരുന്ന് പൊക്കായി. എന്താ പറയണ്ട? എങ്ങനെയും പെട്ടെന്ന് വിട്ടോന്ന് പോയിക്കോ രാവിലെ. അതാ പറയുന്നത്. അതായത് നമ്മൾ 100 രൂപ അടിക്കൂലേ? നിങ്ങൾ ഇടുന്ന് 100 രൂപ അടിപ്പിക്കാത്താണ് കൂടിക്കൊടുത്ത റോഷ. ഓടുത്ത് 100 രൂപ എടുത്തു. നിങ്ങൾക്ക് എന്താ പറയണ്ട? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. 100K എങ്ങനെയെങ്കിലും അടിക്കട്ടെ ഒന്ന് പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. 2 ആഴ്ചക്കുള്ളിൽ 100K അടിച്ചില്ലെങ്കിൽ ബിരിയാണി കുടിക്കും. ബിരിയാണി കൂട്ടിക്കൊണ്ടാ തന്നെ. അപ്പൊ സംഭവം രാവിലെ. അപ്പൊ നമ്മുടെ ഇന്ന് പോയി ഇത്രയും ദിവസം നമ്മുടെ സഹിച്ചിന് നന്ദി. അതന്നെ. ഇനി എപ്പാ വരണ്ടെന്ന് എനിക്ക് ചോദിക്കാൻ പെടുന്നില്ല രാവിലെ. വരണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതോടെ ഞാൻ മതിയാക്കിയത്. പക്ഷെ ഒന്നാമതൊന്നും സംഭവം അറിയാം, നമ്മൾ എത്തിപ്പെട്ട ടൈം ശരിയല്ല. ഇപ്പൊ അതെ ഇവര് പറഞ്ഞ ടൈമിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനെ കൊണ്ട് പാരുവേ. അതെ അതെ. മീനില്ലാത്ത സമയത്താണ് വന്നത്. നമ്മളിവിടെ മീൻ പിടിക്കാൻ വേണ്ടി വിഷമിക്കുകയാണ്. ആ സമയത്താണ് ഇവരിങ്ങോട്ട് ഓടി വന്നേക്കുന്നത്. അപ്പൊ ഇതോടുകൂടി രാവിലെ അടുത്ത പ്രാവശ്യം നമ്മ ഇത് മതിയാക്കി സഹിച്ചോട്ടാ. നമ്മ ഇത് പോയത് എന്റെ രാജിക്കത്ത് ഗ്ലൗസ് ഞണ്ട് പിടിക്കാൻ വേണ്ടി മേടിച്ചത്. അത് എന്തിനി ഞണ്ടാ പിടിച്ചില്ല. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ അത്രയും രാവിലെ എന്നാ പിന്നെ പോവാൻ വെക്കല്ലേ. അതെ, ഇതോടുകൂടി രാത്രി ട്രെയിൻ കയറി AC കോച്ചിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നാട്ടിലെ പുതിയ വീഡിയോ ആയിട്ട് കാണല്ലോ അല്ലേ? നാട്ടിലെ പുതിയ വീഡിയോ. പിന്നെ പോയിക്കോട്ടാ. എന്നാ പിന്നെ ഓക്കെ ടീക്കെ. ഒരു താറ്റ ഓക്കെ. ആ പോവാ രാവിലെ. ഇത് തിന്നിട്ടേ പോലും എന്തെന്നായാലും.